الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ ഭക്തരായി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു റമളാനും ഒരു പെരുന്നാളുമെല്ലാം കഴിഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നാം. ഒരു റമളാനിന് സ്വാഗതമോതുവാനും ആ റമളാനിനെ പരമാവധി പ്രയോജനപ്പെടുത്തുവാനും അതിനെ യാത്രയയക്കുവാനുമൊക്കെയുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുകയുണ്ടായി. അൽഹംദുലില്ലാഹ്. സിയാമിലൂടെ, ഖിയാമിലൂടെ, തൗബയിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെ, സ്വദഖയിലൂടെ നാം ജീവിത വിശുദ്ധിയും ആദർശവിശുദ്ധിയും കൈവരിക്കുകയുണ്ടായി. ഇനി നമ്മളിലുണ്ടാകേണ്ടുന്ന ചിന്തയും പ്രാർത്ഥനയും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, അല്ലാഹുവേ, ഇങ്ങനെയുള്ള ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് നീ നൽകുകയും അങ്ങനെ അതിലൂടെ ഒരുപാട് നന്മകൾ വാരിക്കൂട്ടുവാനും ജീവിതത്തിൽ ആത്മീയമായ വളർച്ച നേടുവാനും സാധിച്ചു. റബ്ബേ, ഈ ഒരവസ്ഥയിൽ നിന്ന് ഇനി പുറകോട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ടാവരുത്. ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ മാറ്റരുടേ റബ്ബേ. ഞങ്ങൾ നേടിയെടുത്ത ഈ ആത്മീയ ചൈതന്യം ഒരിക്കലും കളഞ്ഞു കുടിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവരുതേ റബ്ബേ എന്ന ഒരു പ്രാർത്ഥനയാണ് നമുക്ക് ഇനിയുള്ള ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ വിശുദ്ധ റമളാനിന്റെ മറ്റൊരു വശമാണ്
റമളാൻ കഴിഞ്ഞു. റമളാൻ നാം ആത്മീയമായി ആഘോഷിച്ചു. അതുപോലെ പെരുന്നാളിന്റെ ആഘോഷം അതിരാവിലെ നാം എഴുന്നേറ്റു. അതുപോലെ തക്ബീറുകൾ ചൊല്ലി, പുതുവസ്ത്രങ്ങൾ അണിഞ്ഞു, സുഗന്ധങ്ങൾ പൂശി പുരുഷന്മാർ ഈദ്ഗാഹുകളിലേക്കോ പള്ളികളിലേക്കോ അവർ പുറപ്പെട്ടു. അതുപോലെ അവിടെ വെച്ചുകൊണ്ടും അള്ളാഹുവിനെ പ്രകീർത്തിച്ചു. മണിക്കൂറുകൾ, 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഏകദേശം പ്രാർത്ഥനയും പ്രസംഗവും നമസ്കാരവും ഇതിലെല്ലാം നമ്മൾ ഏർപ്പെട്ടു. അതുപോലെ പരസ്പരം ആശ്ലേഷിച്ചു, ആലിംഗനം ചെയ്തു. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അഅ്മാൽ എന്ന രൂപത്തിൽ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് നാം ഓരോരുത്തരും പ്രാർത്ഥിച്ചു. ഇന്ത്യയിൽ ഏകദേശം 25 കോടിയോളം മുസ്ലിങ്ങൾ ഈ രൂപത്തിൽ ഈ ഈദ് ആഘോഷം നിർവഹിച്ചതാണ്. ലോകാടിസ്ഥാനത്തിൽ നോക്കുകയാണ് എങ്കിൽ 200 കോടിയോളം മനുഷ്യർ ഇതുപോലെ ഈദ് ആഘോഷം നിർവഹിച്ചു. എന്നാൽ ലോകാടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ഈദാഘോഷം നടത്തിയിട്ടും ഒരു അമ്പലമോ ഒരു ചർച്ചോ താർപ്പായകൾ വെച്ച് പൊതിയേണ്ടി വന്നിട്ടില്ല. ഏതെങ്കിലും ഒരു കലാപമോ അതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളോ എവിടെയും ഉണ്ടായിട്ടില്ല, ലോകത്തെവിടെയും ഉണ്ടായിട്ടില്ല. ഈ വർത്തമാനകാലത്ത് മനുഷ്യ സമൂഹം മൊത്തത്തിൽ ആലോചിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഒരു മതത്തിന്റെ ആരാധനയും ആഘോഷവും നടക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന, അവരുടെ ആരാധനകൾ ഇടിച്ചു തകർക്കുന്ന, തല്ലിത്തകർക്കുന്ന സമകാലിക ലോകത്ത് നമ്മൾ നടത്തിയിട്ടുള്ള ആഘോഷം മറ്റുള്ളവർക്കും ഒരു പാഠമാണ്. അതുപോലെ തന്നെ ഈ ആഘോഷം കഴിഞ്ഞ സമയത്ത് വിറ്റുതീർന്നിട്ടുള്ള കള്ളിന്റെ, മദ്യത്തിന്റെ കണക്കുകൾ നമ്മൾ എങ്ങും കണ്ടില്ല. സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏത് ആഘോഷങ്ങൾ കഴിഞ്ഞാലും അടുത്ത സുപ്രഭാതത്തിൽ വരുന്ന പത്രത്തിൽ നാം കാണാറുള്ള കണക്ക് ബീവറേജ് കോർപ്പറേഷന്റെയും അതല്ലാത്ത മദ്യശാലകളുടെയും വിറ്റടിച്ച കോടിക്കണക്കിന് മദ്യത്തിന്റെ കണക്കുകളാണ്. എന്നാൽ ലോകത്തുടനീളം 200 കോടിയോളം മനുഷ്യർ ഒരു ആഘോഷം നിർവഹിച്ചിട്ടും അങ്ങനെയുള്ള മദ്യശാലകൾക്ക് ബീവറേജ് കോർപ്പറേഷന്റെ മുമ്പിൽ നീണ്ട നീണ്ട ക്യൂകൾ നമുക്ക് ഒരിക്കലും കാണാൻ സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, അങ്ങനെയുള്ള ഒരു ആഘോഷത്തിന് അവർ പുറപ്പെടുന്നതിന് മുന്നോടിയായിക്കൊണ്ട് ഏകദേശം ഒരു 2000 കോടിയിലധികം നിർബന്ധദാനം സാധാരണഗതിയിൽ അവർ നടത്തിയിട്ടുണ്ടാവും. ഏകദേശ കണക്ക് വെച്ച് നോക്കിയാൽ ഒരു 2000 കോടിയിലധികം സക്കാത്ത് ഇനത്തിലുള്ള ചെലവുകൾ അവർ നിർവഹിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഒരു 15,000 മെട്രിക് ടണ്ണിനേക്കാൾ അധികം ഫിത്ർ സക്കാത്ത് ധാന്യങ്ങൾ അവർ വിതരണം ചെയ്തിട്ടുണ്ടാകും. അഥവാ ഇതെല്ലാം പഠിപ്പിക്കുന്നത് വിശ്വാസികളുടെ ആഘോഷം അത് ആരാധനയും സമൂഹത്തിന് ഗുണപരമായ അവസ്ഥകളും സമ്മാനിക്കുന്നതാണ് എന്നതാണ്. അതുകൊണ്ട് നമ്മളും ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും അതോടുകൂടി തന്നെ സമൂഹത്തിന് മറ്റുള്ള ആളുകൾക്ക് പാഠമാകുന്ന രൂപത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്കാവശ്യം ഇസ്തിഖാമത്താണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സഹോദരൻ കടന്നു ചെന്നുകൊണ്ട് ചോദിച്ചു, പ്രവാചകരെ, എനിക്ക് നിങ്ങൾ ഉപദേശം നൽകണം. എനിക്ക് പിന്നീട് ആരോടും സംശയം ചോദിക്കേണ്ടതില്ലാത്ത വിധത്തിൽ അങ്ങ് ഒരു ഉപദേശം നൽകണം എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഉപദേശം ഖുൽ ആമൻതു ബില്ലാഹി സുമ്മസ്തഖിം,
നീ ആമൻതു ബില്ലാ, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുക. സുമ്മസ്തഖിം, പിന്നെ അതുപോലെ ജീവിക്കുക. ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുക, നേരെ ചൊവ്വേയുള്ള ജീവിതം നയിക്കുക. ആ പറഞ്ഞതിന് വിരുദ്ധമായ ഒരു ജീവിത രീതി നിന്നിലുണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹോദരന് നൽകിയിട്ടുള്ള ഉപദേശം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ഞാൻ ഓതിവെച്ച ആയത്തിൽ അല്ലാഹു പറയുന്നത്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു, എന്റെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുകയും സുമ്മസ്തഖാമു, പിന്നെ ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ. ആ പറഞ്ഞതിന് വിരുദ്ധമല്ലാതെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളെയും എല്ലാ സന്ദർഭങ്ങളെയും ആ പറഞ്ഞതിന് അനുകൂലമാക്കി തീർക്കുന്ന ആളുകൾക്ക് തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാലാഖമാർ അവരുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നതാണ്. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ആ സ്വർഗത്തിന്റെ വിഷയത്തിൽ സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊണ്ടിരിക്കുക എന്ന ആശീർവാദം മലക്കുകളിൽ നിന്ന് അവർക്ക് ഏറ്റുവാങ്ങാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മളും ആലോചിക്കേണ്ടത് അതാണ്. ഒരു സംശുദ്ധമായ ജീവിതത്തിലേക്ക് അതിനെ നാം പരിശ്രമത്തിലൂടെ ദിവസങ്ങളോളം നേടിയെടുത്തിട്ടുള്ള അതിനെ ഇസ്തിഖാമത്തോടുകൂടി അത് നഷ്ടപ്പെടാതെ സ്വീകരിക്കുക എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. പ്രവാചക തിരുമേനിയോട് അള്ളാഹു പറയുന്നത് വിശുദ്ധ ഖുർആനിൽ തന്നെ, വസ്തഖിം കമാ ഉമിർത, നിന്നോട് കൽപ്പിക്കപ്പെട്ട പ്രകാരം നീ ഇസ്തിഖാമത്തോടുകൂടി നേരെ ചൊവ്വേ ജീവിക്കുക എന്നാണ്. ദിനം പ്രതി 17 തവണ ഈ ഇസ്തിഖാമത്ത് എനിക്ക് നൽകണേ എന്ന് നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ചവനെ നേരെ ചൊവ്വേയുള്ള മാർഗം അഥവാ ഇസ്തിഖാമത്തോടുകൂടിയുള്ള നീ പഠിപ്പിച്ച ആ മതത്തിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന ഇസ്തിഖാമത്തോട് കൂടിയിട്ടുള്ള ഒരു ജീവിതം നയിക്കണേ എന്ന് നാം ദിനം പ്രതി അള്ളാഹുവിനോട് 17 തവണ നിർബന്ധമായും അതിലേറെ തവണ ഐച്ഛികമായും പ്രാർത്ഥിക്കുന്നു. ഇനി നമ്മളിൽ അർപ്പിതമായ കടമ അതാണ് ഈ ഇസ്തിഖാമത്ത് ജീവിതത്തിൽ നിലനിർത്തുക എന്നുള്ളത്. എന്നാൽ ചില ആളുകൾ അവൾ റമളാനികളായി മാറാറുണ്ട്. റമളാൻ എന്ന് പറയുമ്പോൾ ആ മാസത്തിൽ മാത്രം ചില പ്രത്യേകമായ ആരാധനകളും കർമ്മങ്ങളും പള്ളികളുമെല്ലാമായി അടുപ്പം കാണിച്ച് അങ്ങനെയുള്ള ആളുകളായി മാറാറുണ്ട്. സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് പോലെ തന്നെ ഒരു മാസക്കാലം തൊപ്പിയും അത് കഴിഞ്ഞാൽ അതിന് വിരുദ്ധമായ ജീവിതവും നയിക്കുന്ന ആളുകളെ കാണാറുണ്ട്. അത്തരത്തിലുള്ള ആളുകളെക്കുറിച്ച് ഇമാം ശിബ്ലി റഹിമയുള്ളയോട് ഒരാൾ അഭിപ്രായം ചോദിച്ചു, അയ്യുഹുമാ അഫ്ളലു റജബുൻ അം ശഅബാനുൻ അം റമളാനുൻ, റജബാണോ ഏറ്റവും ഉത്തമമായ മാസം? റജബിന് ഒരുപാട് പൂരിശകളുണ്ട്. ശഅബാൻ അതാണോ ഏറ്റവും പൂരിശയായ മാസം? അതിന് വേറെ കുറെ പൂരിശകളുണ്ട്. പ്രവാചകൻ പല മാസങ്ങൾക്കും പല പ്രത്യേകതകളും പ്രാധാന്യവും പഠിപ്പിച്ച കൂട്ടത്തിൽ ശഅബാനിന് ചില പൂരിശകളുണ്ട്, റജബിന് ചില പൂരിശകളുണ്ട്, അതുപോലെ ശഅബാനിന് പൂരിശകളുണ്ട്. ഇതിലേതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് നീങ്ങേണ്ടുന്ന മാസം എന്ന് ഇമാം ശിബിലി റഹിമഹുല്ലയോട് ആളുകൾ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി, കുൻ റബ്ബാനിയൻ വലാ തകുൻ റമളാനിയൻ എന്ന. നീ റബ്ബാനിയാവുക, റമളാനിയാകരുത്. അഥവാ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്തോ മാസത്തോ മാത്രം അള്ളാഹുവിനെ കാണുകയും ഭയപ്പെടുകയും അവൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുകയും ബാക്കിയുള്ള കാലഘട്ടങ്ങളിൽ അള്ളാഹുവിനെ മറക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാകരുത്. റമളാനിയല്ല ആവേണ്ടത്, റബ്ബാനിയാണ് വേണ്ടത്. റബ്ബ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന ബോധമാണ് ഉണ്ടാകേണ്ടത്. ബിശ്റുൽ യാഫി റഹിമയുള്ളയോട് ആളുകൾ ചോദിക്കുന്നു, ആളുകൾ ചിലപ്പോ റമളാൻ മാസം വരുമ്പോ ഉത്സുകരായിക്കൊണ്ട് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്, എന്താണ് അതിന്റെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി,
ബിഇസൽ ഖൗമു ഖൗമുൻ ലാ യഅരിഫൂന അല്ലാഹ ഹഖ്ഖൻ ഇല്ലാ ഫി റമളാൻ. എത്ര മോശപ്പെട്ട ആളുകളാണ്. റമളാനിൽ മാത്രം അല്ലാഹുവിനോട് അടുക്കുകയും പിന്നീട് ആ ചിന്തയെ ഒഴിവാക്കുകയും ചെയ്യുന്ന ആളുകൾ എത്ര മോശപ്പെട്ട ആളുകളാണ്. ഇന്ന സ്വാലിഹ അല്ലദീ യതഅബ്ബദു വയജ്തഹിദു അസ്സനത കുല്ലഹ. ശരിക്ക് സ്വാലിഹീങ്ങളായ ആളുകൾ അവർ വർഷം മുഴുവനും എല്ലാ ദിനങ്ങളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി. അതുകൊണ്ട് റമളാൻ കഴിഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ള നമ്മുടെ മനസ്സുകളിൽ വരും കാലങ്ങളിലുള്ള ദിവസങ്ങളിലല്ല നിമിഷങ്ങളിൽ തന്നെയും തങ്ങി നിൽക്കേണ്ടുന്ന ആശയമാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. നമ്മൾ ഇടപാടുകൾ നടത്തുന്ന, ബിസിനസ്സുകൾ നടത്തുന്ന, ജോലികൾ ചെയ്യുന്ന, ഉദ്യോഗം വരിക്കുന്ന, വിദ്യാർത്ഥികളാവുന്ന, കുടുംബിനികളാകുന്ന, ഇങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും ഈ ചിന്ത, ഈ ശ്രദ്ധ, ഈ ബോധം, റമളാൻ കഴിഞ്ഞാൽ എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്റെ രക്ഷിതാവ് പതിസ്ഥാനത്തു തന്നെയുണ്ട് എന്ന വിശുദ്ധ ഖുർആനിന്റെ വചനം. അതുപോലെ തന്നെ റബ്ബ് നിന്നെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ് എന്ന ബോധം, അത് നിലനിൽക്കുന്ന വിധത്തിൽ, അതിന് വളം നൽകുന്ന വിധത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നാം ശ്രമിക്കണം എന്നതാണ് നാം ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ കാണേണ്ടുന്ന, പ്രാവർത്തികമാക്കേണ്ടുന്ന കാര്യം. ആ രൂപത്തിൽ ആലോചിച്ച് ചിന്തിച്ച് ജീവിതത്തെ അള്ളാഹുവിന്റെ അടുക്കൽ വിജയം വരിക്കുന്ന വിധത്തിൽ അതിനെ പ്രയോജനപ്പെടുത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂമു ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീകും ഇബാദല്ലാഹി വനഫ്സി സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. കഴിഞ്ഞ ദിവസം ലോകസഭയും രാജ്യസഭയുമെല്ലാം ബഹളമയമായിരുന്നു. ഒരു പുതിയ ഭേദഗതി ബില്ല്, വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിക്കുകയും അതിലുള്ള ചർച്ചകൾ നടക്കുകയുമായിരുന്നു. ഗവൺമെന്റ് വോട്ടിനിട്ട് ലോകസഭയിലും രാജ്യസഭയിലുമെല്ലാം ആ ബില്ല് പാസാക്കി എടുക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ വഖഫ് ഭേദഗതി ബില്ല് മതേതരത്വത്തിനും മതാനുഷ്ഠാന സ്വാതന്ത്ര്യത്തിനും ഭരണഘടനയ്ക്കും വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് എന്നാണ് അവിടെ സംസാരിച്ചിട്ടുള്ള ആളുകളും നിയമവിദഗ്ധരായ ആളുകളുമെല്ലാം വിശദീകരിച്ച് കാണുന്നത്. അതുപോലെ പുതിയ ആക്ട് പ്രകാരം അത് ഭേദഗതി നിയമം അത് പാസ്സായതോടുകൂടി അതൊരു ആക്റ്റായി മാറി. അതിനെ പിന്നീട് കോടതിയിലാണ് ചോദ്യം ചെയ്യാനുള്ളത്. മുസ്ലിങ്ങളായ ആളുകൾ അതിനെ കോടതിയിൽ ചോദ്യം ചെയ്യും എന്നും അറിയിച്ചിട്ടുണ്ട്. അതിലെ മുസ്ലിം വിരുദ്ധമായ, വഖഫിന് യോജിക്കാത്ത തരത്തിലുള്ള ഒട്ടേറെ നിയമങ്ങൾ അതിലുണ്ട്. അതിൽ അംഗങ്ങളായിട്ടുള്ള വഖഫ് ട്രൈബ്യൂണലിൽ അംഗങ്ങളാവുന്നവർ മുസ്ലിങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല എന്ന നിയമവും അതിൽപ്പെട്ടതാണ്. അഥവാ ഒരു വിഭാഗത്തെ മാത്രം, രാജ്യത്ത് എല്ലാ ആളുകൾക്കും തുല്യനീതിയും തുല്യ അവകാശവുമാണ് എന്നിരിക്കെ ഒരു വിഭാഗത്തെ മാത്രം ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുകയും അവരെ ഒറ്റപ്പെടുത്തുകയും അവരുടെ അവകാശങ്ങളെ ധ്വംസിക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള തീരുമാനങ്ങളാണ് പലപ്പോഴും ഭരണകൂടത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഇന്ത്യൻ ചർച്ചസ് ആക്ട് എന്ന് പറയുന്ന ആക്ട് ഉണ്ട്. പ്രബല മതവിഭാഗമായ ഹൈന്ദവർ അവരുടെ ദേവസ്വം ബോർഡിൽ ഹൈന്ദവരല്ലാത്ത ആരെയും ഉൾപ്പെടുത്തുന്നതായി നാം കാണുന്നില്ല. അങ്ങനെയൊരു നിയമവുമില്ല. അങ്ങനെയൊരു നിയമം ഉണ്ടാവാനും പാടില്ല. അതുപോലെ ചർച്ചസ് ആക്ടിലും അങ്ങനെ തന്നെ ക്രൈസ്തവരല്ലാത്ത ഒരാളെയും നമുക്കതിൽ കാണാൻ സാധിക്കുകയില്ല. അങ്ങനെയൊരാളും അതിലുണ്ടാവാനും പാടില്ല. എന്നാൽ ഈ വഖഫ് ട്രൈബ്യൂണലിൽ മാത്രം അവിടെ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്കും പങ്കാളികളാകാം എന്ന രൂപത്തിലുള്ള നിയമങ്ങളാണ് പണ്ടുകാലത്ത് ചുട്ടെടുക്കാറായിരുന്നു. എന്നാൽ ഇപ്പോൾ ചർച്ചയെങ്കിലും നടന്നു എന്നതൊരു ആശ്വാസകരമാണ്. കഴിഞ്ഞ ഭരണകൂടത്തിൽ ബില്ലുകൾ അവതരിപ്പിക്കുക പോലും ചെയ്യാതെ മൃഗീയ ഭൂരിപക്ഷത്തിൽ പാസാക്കി എന്ന് പറഞ്ഞ് നടപ്പിലാക്കിയതായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യ മുന്നണി സഖ്യം ശക്തമായി എതിർക്കുകയും വലിയൊരു പ്രതിഷേധം ജനാധിപത്യ രീതിയിൽ തന്നെ ലോകസഭയിലും അതുപോലെ രാജ്യസഭയിലുമെല്ലാം നടന്ന് ആ രൂപത്തിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ചില ആളുകൾ, അത് മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ പോലും ചിലരൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ വഖഫ് എന്ന് പറയുന്നത് സർക്കാർ മുസ്ലിം വിഭാഗത്തിന് നൽകിയിട്ടുള്ള ഏതെങ്കിലും ഒരു ആനുകൂല്യമോ ഒരു ഫണ്ടോ ആണ്. അതുകൊണ്ട് സർക്കാരിന് അത് നിയന്ത്രിച്ച് അതെങ്ങനെ വേണം എന്ന് തീരുമാനമെടുക്കാം എന്നാണ് പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വഖഫ് എന്ന് പറയുന്നത് സർക്കാരിന്റെ ഒരു ആനുകൂല്യമോ ഒരു ഫണ്ടോ അല്ല. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവർ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുവാൻ വേണ്ടി അവർ അധ്വാനിച്ചുണ്ടാക്കിയ, ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിൽ നിന്നും അത് നിലനിർത്തിക്കൊണ്ട് അതിന്റെ ആദായം ആ സമുദായത്തിന്റെ, സമൂഹത്തിന്റെ വളർച്ചയ്ക്കും നന്മക്കും വേണ്ടി വിനിയോഗിക്കുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത്. അതിന് സർക്കാരിന് യാതൊരു ബാധ്യതയുമില്ല. അത് വ്യക്തികൾ, മുസ്ലിം സമൂഹത്തിൽപ്പെട്ട വ്യക്തികൾ അവർ വഖഫായി നൽകുന്നതാണ്. അത് സർക്കാരിൽ നിന്ന് തട്ടിയെടുത്തതോ സർക്കാർ ഏതെങ്കിലും നിലക്ക് നൽകുന്നതോ ആയിട്ടുള്ള ഭൂമിയല്ല. അതുകൊണ്ട് കൃത്യമായും അതിന്റെ 100% അവകാശവും അത് നൽകിയിട്ടുള്ളവർക്കും അത് നൽകിയിട്ടുള്ള സമുദായങ്ങൾക്കും മാത്രമാണ്. അതിൽ കൈകടത്താനുള്ള നിയമപരമായിട്ടുള്ള അവകാശം സർക്കാരുകൾക്കില്ല. ആ രൂപത്തിലാണ് അതിന്റെ കാര്യങ്ങൾ പോകുന്നത്. രാജ്യത്ത് ഒരുപാട് വഖഫ് ഭൂമികളുണ്ട്. ആ കണക്കെടുപ്പ് 2022 കണക്ക് പ്രകാരം 8,65,646 പ്രോപ്പർട്ടീസ് മുസ്ലിങ്ങളുടെ വഖഫായിട്ടുണ്ട്. എന്നാൽ 2022 കണക്ക് പ്രകാരം അതിൽ 3 ലക്ഷത്തി, ഈ പറഞ്ഞ 8,65,000 സംതിങ് വരുന്ന ഈ പ്രോപ്പർട്ടീസിൽ 3,53,850 പ്രോപ്പർട്ടീസ് അന്യാധീനപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ് കണക്ക്. അഥവാ മുനമ്പം പോലെയുള്ള വിഷയങ്ങളിൽ മുസ്ലിങ്ങളുടെ ഈ വഖഫ് ഭൂമികൾ കയ്യേറി 3,53,850 പ്രോപ്പർട്ടീസ് മറ്റാളുകളുടെ കൈകളിലാണ് അന്യാധീനപ്പെട്ടു പോയിരിക്കുന്നു എന്ന്. അഥവാ ഉള്ള വഖഫിൽ തന്നെ ഇപ്പോഴുള്ള അവസ്ഥ ഈ രൂപത്തിലാണ്. എന്നാൽ മുസ്ലിങ്ങളുടെ കൈകളിൽ മാത്രമല്ല ഇതുപോലെയുള്ള ഭൂമിയുള്ളത്. ഇവിടെ ക്രൈസ്തവ വിഭാഗമുണ്ട്. അവരുടെ കൈകളിലുള്ള, അവർ ഏറ്റവും മൈനോറിറ്റിയാണ് ഇന്ത്യ മഹാരാജ്യത്ത്. 1.55% മാത്രമാണ് ഇവിടെ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളുള്ളത്. എന്നാൽ ഇത്രയും മൈനോറിറ്റിയായ ഈ ചെറിയ ജനവിഭാഗത്തിൽ 17.35 കോടി ഏക്കർ സ്ഥലം ഇന്ത്യയിലുണ്ട്. 17.35 ഏക്കർ സ്ഥലം, കോടി ഏക്കർ സ്ഥലം ഇന്ത്യയിലുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മൊത്തമെടുത്താലും ഇത്ര ഭൂമി വരില്ല. ഇന്ത്യയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളുടെ മൊത്തം ഭൂമിയെടുത്താലും
ക്രൈസ്തവരുടെ കയ്യിലുള്ള ഈ കുറഞ്ഞ ഇത്രയും ചെറിയ 1.55 എന്ന് പറയുന്ന അത്രയും ശതമാനമുള്ള ആളുകളുടെ അടുക്കലുള്ള ഭൂമിയോളമല്ല, അതിനേക്കാൾ അധികം അവരുടെ അടുക്കലാണുള്ളത് എന്നതാണ്. അത് കാത്തലിക് ചർച്ചസിനാണ് ഇന്ത്യ സർക്കാർ കഴിച്ചാൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് എന്നതാണ് കണക്കുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇന്ത്യയിൽ ആ ഭൂമി അവർ കൈവശപ്പെടുത്തിയത് എന്നാണ് എന്ന് ചോദിച്ചാൽ 927 ഇതൊക്കെ ആരെങ്കിലും ഒരു ആരോപണമായി കൊണ്ട് പറയുന്നതല്ല. സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ ഈ കണക്കുകളും കാര്യങ്ങളുമെല്ലാം ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. 927 ബ്രിട്ടീഷ് സർക്കാരിന്റെ ഇന്ത്യൻ ചർച്ചസ് ആക്ട് പ്രകാരം അന്ന് പ്രത്യേകമായി ബ്രിട്ടീഷ് സർക്കാർ ഒരു ആക്ട് കൊണ്ടുവരികയും വളരെ 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 തുച്ഛമായ രൂപത്തിൽ അവർക്ക് സ്ഥലം നൽകുകയും ബാക്കിയുള്ള ഒരുപാട് സ്ഥലങ്ങൾ മിഷനറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകുകയും ചെയ്തു. അങ്ങനെയാണ് ഇത്രയും വലിയ ഈ രൂപത്തിലുള്ള ഭൂമികൾ അവരുടെ അടുക്കൽ എത്തിയിട്ടുള്ളത് എന്നതാണ്. അതുപോലെ തന്നെ ഗ്ലോബൽ അടിസ്ഥാനത്തിൽ നോക്കുകയാണ് എങ്കിൽ ഏകദേശം ഇന്ന് ബ്രിട്ടൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്കാൾ വിസ്തൃതമായ അത്രയും പ്രോപ്പർട്ടീസ് ഈ കാത്തലിക് ചർച്ചിന്റെ അടുക്കലുണ്ട് എന്നാണ്. നമുക്ക് അസൂയയില്ല, അവരുടെ കയ്യിലുള്ളതിൽ നമുക്ക് അസൂയയില്ല. എന്നാൽ ഇതിനൊന്നുമില്ലാത്ത നിയമങ്ങളും ഇതിനൊന്നുമില്ലാത്ത രൂപത്തിലുള്ള പിടിച്ചെടുക്കലുകളും ഈ സമുദായത്തിന്റെ അവരുടെ ഉപ്പും ചോറും അവർ അനുഭവിച്ചുണ്ടാക്കിയിട്ടുള്ള ആ സമ്പത്ത് ദൈവത്തിന്റെ മാർഗത്തിൽ ഞങ്ങൾക്ക് പ്രതിഫലം ലഭിക്കണം, ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അവർ നിക്ഷേപിച്ചിട്ടുള്ള, അവർ ബാക്കി വെച്ചിട്ടുള്ള, വഖഫ് ചെയ്തിട്ടുള്ള ഈ സ്വത്തുക്കൾ അതിന്റെ മേൽ കയ്യേറ്റം നടത്തുമ്പോഴാണ് നമുക്ക് വിഷമമുള്ളത്. നിയമപരമായും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായുമെല്ലാം അതിനെ നേരിടാൻ നമ്മൾ നിർബന്ധിതരായിത്തീരുന്നത്. ഞാനിത് വിശദീകരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ചാനലുകളിലും വാർത്തകളിലും പത്രങ്ങളിലുമെല്ലാം ഈ വിഷയങ്ങൾ തന്നെയായിരുന്നു ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. നമ്മൾ സമകാലിക വിഷയങ്ങളെ സംബന്ധിച്ചും കാര്യങ്ങളെ സംബന്ധിച്ചും ബോധവാന്മാരാകണം എന്നതിനെക്കുറിച്ചാണ് ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. അന്തസ്സുള്ള ഇസ്സത്തുള്ള ഒരു സമൂഹമായി നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. ലോകത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ നേരെ വരുന്ന സമയത്ത് അവരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുകയും ഇല്ലായ്മ ചെയ്യുകയും വംശനാശം വരുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നിരാശ എന്ന ഒരു വാക്ക് നമ്മുടെ നിഘണ്ടുവിലില്ല. ഒരു മുസ്ലിമിന്റെ നിഘണ്ടുവിൽ നിരാശ എന്ന ഒരു വാക്കില്ല. കാരണം അവൻ ലോക ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ശേഷം കടന്നു വന്ന പ്രവാചകന്മാരുടെയും അനുയായികളുടെയും ചരിത്രങ്ങളിൽ അവർ പഠിച്ചിട്ടുള്ളത് ഇതിനേക്കാൾ വലിയ പീഡനങ്ങളാണ്, ഇതിനേക്കാൾ വലിയ ഒറ്റപ്പെടുത്തലാണ്, ഇതിനേക്കാൾ വലിയ പീഡനങ്ങളാണ്, മർദ്ദനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അന്നൊന്നും അവർ തകർന്നിട്ടില്ല. നമ്മുടെ പൂർവീകരായിട്ടുള്ള ആളുകൾ തകർന്നിട്ടില്ല. അതുകൊണ്ട് രാജ്യത്ത് ഇന്ന് മാത്രമാണ് ദിവസം, ഇനിയൊരു പുലരിയുണ്ടാവുകയില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല. കാലം കാറ്റുകൾ മാറി വീശും, വീണ്ടും ഉദയമുണ്ടാകും, മാറ്റങ്ങളുണ്ടാകും. നമ്മൾ നമ്മുടെ അസ്തിത്വം കാത്തു സൂക്ഷിക്കുക, എതിർക്കേണ്ടിടത്ത് എതിർക്കുകയും സമയബന്ധിതമായി കൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തോടുകൂടി ജീവിക്കുന്ന ഒരു സമുദായമായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സർവാധിനാഥനായ തമ്പുരാനെ, വിശുദ്ധ റമളാൻ കഴിഞ്ഞു, ഞങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഈ സമയത്ത് പടച്ചവനെ ഈമാൻ നിലനിർത്തിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നീ ഞങ്ങൾക്ക് കരുത്ത് നൽകണമേ റബ്ബേ, ഈമാൻ നൽകണമേ റബ്ബേ. ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുവാൻ വേണ്ടിയുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഇന്ത്യയടക്കം ലോകത്തിന്റെ മൂലകളിൽ വിവിധ ഇടങ്ങളിൽ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഭാഗങ്ങൾക്ക് അല്ലാഹുവേ നീ സുരക്ഷ നൽകണമേ റബ്ബേ, അവർക്ക് നീ സഹായം നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും
നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളുമെല്ലാം നീ ഞങ്ങൾക്ക് ദൂരീകരിച്ചു തരണമേ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു ഷഹാദത്ത് ഉൾക്കൊണ്ട് ജീവിക്കുവാനും അത് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുവാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.